ஆஃப்டர்நூன் கொஞ்சம் ஷாப்பிங் இருக்கு. அப்போ இந்த பைசா கிடைச்சாதான். ஆமா, இல்லைன்னா நான் கேட்கவே மாட்டேன், உனக்கு தான் தெரியும்ல. ஆமா, கொஞ்சம் அவசியம் இருக்கு. ஓகே ஓகே. ஓகே டி, பை. അപ്പൊ അതൊക്കെ. ഇനി വണ്ടി. കേശു കേശു എന്താടി കേശു 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 എന്തോ വച്ചേ വന്ന എന്തായിരുന്നു ഫോൺ വിളിക്കായിരുന്നു? ഞാൻ ഇപ്പൊ നീ വിളിച്ചപ്പോ വന്നല്ലോ. ഞാൻ പിന്നെ ഇവിടെ ഫോൺ വിളിക്കുമായിരുന്നു. അല്ലെങ്കിൽ കിടന്നുറങ്ങുകയാണോ ചോദിക്കേണ്ട കാര്യം എന്താണ് ഇപ്പൊ നിനക്ക്? ഓ, ഇയാള് വലിയ ആളടേ. നമ്മള് ചോദിക്കാൻ പാടില്ല എന്തെടുക്കുമായിരുന്നു എന്നൊക്കെ. പണ്ടൊക്കെ നമ്മള് ചങ്ക്, നമ്മള് കരള്. ഇപ്പൊ ഒന്ന് ചോദിച്ചപ്പോ പ്രശ്നം, മുഖമൊക്കെ കടുത്ത്, വാക്കൊക്കെ അങ്ങ് പ്രശ്നമായി പോയി. ഞാൻ ഒരുത്തനെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞു തെറി വിളിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നീ കാര്യം പറ. എന്തിനു വിളിച്ചേ? ഉച്ചക്ക് എന്താ പരിപാടി? ചോറ് കഴിക്കണം. എല്ലാവരും പരിപാടി 24 മണിക്കൂറും തീറ്റക്കാരി മാത്രം. അത് കഴിഞ്ഞ എന്താ പരിപാടി? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വേറെ പരിപാടി ഒന്നും എടുക്കണ്ട. നമുക്ക് കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട്. എങ്ക പോറേ? ഫാൻസി ഷോപ്പിലെ പോറേ. ഫാൻസി ഷോപ്പിംഗ്. അപ്പൊ ചുരുക്കം പറഞ്ഞാ ഇന്നത്തെ ദിവസം ഫാൻസി ഷോപ്പിംഗ് കടയിലും തുണിക്കടയിലും തീരും. യോ, തമ്പുരാൻ പേടിക്കണ്ട, ഞാൻ പെട്രോൾ അടിക്കാൻ കാശ് തരാം. പെട്രോൾ അടിക്കാൻ കാശ് തരാം. ഉറപ്പാണോ? അവസാനം തേക്കല്ലേ? ഇതില്ലെങ്കിൽ നീ കൊണ്ടുപോകില്ലേ എന്നെ? തന്നെ കൊണ്ടുപോവാ. ഒരു ചർച്ച. നമ്മള് ചുമ്മാ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. അളിയാടാ, ഈ ടീഷർട്ടേ നിനക്ക് സ്യൂട്ട് ആവുന്നുണ്ടോ നോക്കി. എന്റെ പഴയ ടീഷർട്ടാ, ബ്രാൻഡഡ് സാധനമാ. ഇപ്പൊ എനിക്ക് സൈസ് കിട്ടുന്നില്ല. നീ ഒന്ന് ഇട്ട് നോക്ക്. ബ്രാൻഡാ? ബ്രാൻഡാ. നല്ല കളറല്ലേ? ഇട്ട് നോക്കടാ. ഇട്ട് നോക്കാം. നോക്കിച്ചാ പോച്ചേ. ദുബായിൽ ഇതുപോലെ കുറെ ബ്രാൻഡഡ് സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോ എല്ലാം ഞാൻ കൊണ്ടുവരും. ബ്രാൻഡഡ് സാധനങ്ങളല്ലേ? നമ്മളും മേടിക്കും. വില 150 രൂപയുടെ പാവാടയോ വില 250 രൂപയുടെ ചുരിദാറിന്റെ ടോപ്പോ. തുറന്ന എച്ചിക്കണക്ക് മാത്രം. അലമാരിക്ക് അങ്ങോട്ട് തുറക്കങ്ങോട്ട് ഒഴുകി വരുമല്ലോ ആയിരങ്ങളുടെയും 10,000ങ്ങളുടെയും ഡ്രസ്സൊക്കെ. അതും പാവന്റെ അളിയൻ വാങ്ങി തന്നത്. നല്ല രസമുണ്ട്. ഇങ്ങനത്തെ വേറെ ഇരിപ്പുണ്ടോ? നോക്കട്ടെ. ആണാ? വേറെ ഷർട്ട് ബനിയമല്ലോ? പറയടാ. അതെ. അപ്പളേ ഞാൻ എവിടെ പോണ്? ജസ്റ്റ് ഒന്ന് പുറത്ത് വരണ്ട, ഫ്രണ്ട്സിനെ ഒന്ന് കാണിച്ചാൽ കണ്ടിട്ട് വരാം. പെട്ടെന്ന് ഫ്രണ്ട്സ് അല്ലേ? ഉച്ചക്ക് മുമ്പ് ഇവിടെ എത്തിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും കേട്ടോ. അതൊക്കെ പരിപാടി. അല്ലെ പോട്ടാ. വേറെ എടുത്ത് വെക്കേ. എന്തൊരിട ഇവന് പുതിയൊരു ഷർട്ട് കിട്ടിയുള്ളൂ, അപ്പോഴേക്കും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയി. ഊരു ചുറ്റാൻ എന്റെ കൊച്ചുമോനെ കഴിഞ്ഞേ ഉള്ള ആള്. അയ്യോ ഇല്ല ഇല്ല, അതൊന്നുമേ പ്രശ്നമില്ല. എനിക്ക് പുരിയൂല്ല ഇവനോട് സിറ്റുവേഷൻ. ആമാ, നാളെ ഉച്ചയാകുമ്പോഴത്തേക്കും കൊടുത്താ പോതും. ശരി, പകുതി തമിഴ് പകുതി. അത് ഇന്ന് ഷോപ്പിങ്ങിന് പോവാന്നായിരുന്നു പ്ലാൻ. ഇപ്പൊ പറവല്ല, നാളെ പോയിട്ടില്ല. ഷോപ്പിംഗ് താനേ. നീ ഒട്ടും ടെൻഷൻ ആവണ്ട കേട്ടാ. ഓക്കെ, ശരി. ഒരു ചിന്ന ചേഞ്ച് ഇൻ പ്ലാൻ. എന്താ? അതെ, ഇന്ന് പോവാൻ പറ്റൂല. അയ്യോ, അത് ഫണ്ട് സെറ്റ് ആയില്ല. ആര് തിരിച്ചു വരാനുള്ള കാശ് തന്നില്ലല്ലേ? അവർക്ക് ഇപ്പൊ പെട്ടെന്ന് മറക്കാനായിട്ട് പറ്റൂല അത്ര. ടീഷർട്ടേ ഞാൻ പുറത്തു പോയില്ലായിരുന്നു നേരത്തെ. പിള്ളേരൊക്കെ എന്ത് അഭിപ്രായം എന്ന് പറയൂടാ. സൂപ്പർ ടീഷർട്ട്, അല്ല ബ്രാൻഡഡ് സാധനമാണെന്ന് തോന്നുന്ന, ഭയങ്കര പൈസയായി അളിയും കൊണ്ടുവന്ന് തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ നല്ല ചേരുന്നുണ്ടോ? എന്റെ മുഖത്തിന് പറ്റിയ കളറാ, നല്ല രസമുണ്ട്. നമ്മളെന്ത് കൂറെ ഇട്ടാലും ചേരുമല്ലോ. തന്നെ 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 ഇതൊക്കെ കാണണം. വൈകിട്ടല്ല 7 മണിക്ക് ഇറങ്ങാന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നേ. അത് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് നമുക്ക് ഒരു ഇപ്പം ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ട് ഇറങ്ങാം. അതെ, വേറൊരു പരിപാടി ഞാൻ പറഞ്ഞില്ലായിരുന്നു, ശിവാനിയുടെ. അതങ്ങ് പൊളിഞ്ഞു കിട്ടി. അപ്പൊ ഓക്കെ, ശരി, ഞാൻ വരാം, വണ്ടി ആയിട്ട് വരാം. ഒരു ഓക്കെ. എന്താണ് അടുത്ത വള്ളി പിടിച്ചേക്കണേ? വള്ളി ഒന്നും അല്ലടി,
അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണം നാളെ. അപ്പൊ അതിന് മുമ്പുള്ള പാർട്ടി ഇന്ന്. ഞാൻ നിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7 മണി കഴിഞ്ഞിട്ട് പോവാന്നുള്ള പ്ലാനിലായിരുന്നു ഇരുന്നത്. ഇപ്പൊ പരിപാടി ക്യാൻസൽ ആയല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പോകണ്ടേ അല്ലെങ്കിൽ മോശല്ലേ? കറക്റ്റ് സമയത്ത് എവിടെന്നെങ്കിലും ഓരോരോ പരിപാടി പിടിച്ചോണ്ട് വന്നോളൂ. ലൈഫിൽ നമ്മളെ ബിസി ആയിരിക്കണ്ടേ? ഈ ഡ്രസ് മതിയാ? വാച്ച് കൊള്ളാം, മാച്ചിങ് വാച്ച്. ഇവിടെ ഒന്ന് മാറിയ സെറ്റ് ആവില്ല. മൊബൈല് ഇവിടെ തേച്ച് വെച്ചിരുന്ന എന്റെ ഷർട്ടും വാച്ചും കാണുന്നില്ലല്ലോ. എന്താ ഇവിടെ തേച്ച് വെച്ചിരുന്ന എന്റെ ഷർട്ടും വാച്ചും കാണുന്നില്ല. ഞാൻ കണ്ടില്ല. പിന്നെ അവിടെ പോയി ശിവ ചേച്ചി അവിടെ സിദ്ധുവിന്റെ ഷർട്ടും വാച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, തേച്ച ഷർട്ട്. അതെന്തേ? എനിക്കിങ്ങനെ അറിയാലോ, ഞാൻ റൂമിലൊന്നും കേറിയില്ലല്ലോ. എന്താക്കളെ? അല്ല, അവിടെ റൂമിലേ സിദ്ധു ഷർട്ടും വാച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, തേച്ച ഷർട്ടൊക്കെ. അത് കാണാനില്ല. ആരെടുത്തോണ്ട് പോയി? ഇനിയിപ്പൊ അന്ന് വന്ന് സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു പോയ പോലെ ആരെങ്കിലും ഒക്കെ വന്നെടുത്തോണ്ട് പോയതാണോ? മറിയ ഇവിടെ കിടന്ന കേശു എന്തേ? അവൻ അവന്റെ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണമോ അതിന്റെ പാർട്ടിയോ അങ്ങനെ എന്തിനാണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ അവിടെ എത്തിക്കാണും. അവനോട് ഉണ്ടായിരുന്ന? പിന്നെ ഇതിപ്പോ പോയി കുറച്ചു നേരമായി പോയിട്ട്. ഫോൺ ഇങ്ങനെ എവിടെയാടാ? ഉറക്ക പറഞ്ഞത് കേക്കുന്നില്ല. നീയേ ഇവിടെ റൂമിലേ സിദ്ധുവിടെ ഷർട്ട് തേച്ചത് ഒരു വാച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെങ്ങനെ എടുത്താ? ഓഹോ, നിന്റെ ഷർട്ടും വാച്ച അവനെടുത്ത്. അവനെടുത്താ? അവനും പറഞ്ഞിട്ട് എടുത്തോളൂ. അല്ല കുഴപ്പമില്ല, പക്ഷെ വാച്ച് ഇച്ചിരി കോസ്റ്റ്ലി വാച്ച്. അവൻ ശ്രദ്ധിക്കുമെന്നോ. എവിടെയെങ്കിലും പോയാല് ആരോടും ചോദിക്കുകയും വേണ്ട, പറയുകയും വേണ്ട. നിങ്ങ വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാനെ. പിന്നെ ചോദിച്ചിരുന്നെങ്കിൽ അമ്മ ഇപ്പൊ അങ്ങോട്ട് വിട്ടേനല്ല. ഒരുപാട് അങ്ങ് സപ്പോർട്ട് ചെയ്യല്ലേ കേട്ടാ. കാര്യം പറഞ്ഞതല്ലേ. അയ്യോ, നമ്മുടെ മറ്റേ മുളഹ ബജി. മുളഹ എടാ, സംഭവന്മാര് ഇന്നലെ പാർട്ടിക്ക് അവന്മാര് 4 കൂട്ടം പായസമൊക്കെ മറ്റേ വൈകിട്ടുണ്ടായിരുന്നു എങ്കിലും അതിനകത്ത് അടപ്രഥമം കൊള്ളൂലായിരുന്നു. സത്യം. അതിനകത്ത് അവന്മാര് മറ്റേ ഇത് കഴിച്ചു കളഞ്ഞ്, കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ വെച്ച് നശിപ്പിച്ച്. ഭയങ്കര മധുരമായിരുന്നു. അതിപ്പോ നമ്മൾ കുറച്ച് കുടിക്കൂലടാ, മനസ്സിലായ അങ്ങനെയല്ലേ? അല്ല, ഇന്നലെ കല്യാണം. എനിക്ക് ഓർമ്മയുണ്ട്, അതല്ല ഞാൻ പറഞ്ഞേ. എത്ര മണിക്ക് മുഹൂർത്തം? 10:30ക്കും 11:30ക്കും. ഞാന് ബാക്കിയെല്ലാം സെറ്റാണ്. ജസ്റ്റ് ഒന്ന് ഡ്രസ് ഇട്ടിട്ട് ഇറങ്ങിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് 12 മണിക്ക് ഫസ്റ്റ് വന്ദിക്കാനിരിക്കാം. അവിടെ നടന്നോട്ട്, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ രാവിലെ ഫുഡും കഴിച്ചിട്ടില്ല. അത്ര നേരം വിശന്നിരുന്നാലല്ലേ ആ ഒരു ഫീല് കിട്ടുള്ളൂ സദ്യ കഴിക്കുമ്പോ. ഞാൻ ദാ പറഞ്ഞു നില്ല്. ഓ കല്യാണ വീട്ടിലെത്തിയില്ല, അതിനു മുന്നേ ചർച്ച സദ്യനെ പറ്റി. അത് പിന്നെ അല്ലേലും നമ്മളൊക്കെ പോണേ എന്തിനാ? സദ്യ കഴിക്കാനല്ലേ. ഇനിയിപ്പോ ശരി, കെട്ട് കാണണോന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കാണാനുള്ള ഭാഗ്യം നമുക്ക് കാണൂല. ഫോട്ടോഗ്രാഫേഴ്സിനായിരിക്കും. ആമാര് ഫ്രണ്ടിൽ കയറി എപ്പോഴും നിപ്പുണ്ടാവും, നമ്മളെ കാണിക്കത്തുമില്ല. അതേ സ്ഥാനത്ത് പോയി അനുഗ്രഹിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കനെയും പെണ്ണിനെയും അതിനും നാട്ടുകാർ സമ്മതിക്കില്ല. എല്ലാവരും കൂടി ഇടിച്ചു കയറും. ഫസ്റ്റ് കുടുംബക്കാർ കയറും, പിന്നെ നാട്ടുകാർ കയറും, ഉള്ള അപ്പച്ചന്മാർ കയറും, അമ്മച്ചിമാർ കയറും. നമുക്ക് അപ്പോഴും ചാൻസ് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരെ പോയി ഫസ്റ്റ് പന്തിക്കിരിക്കണം. അപ്പൊ നമ്മൾ സേഫ് ആണേ. മുഹൂർത്തത്തിന് സമയമാവാറായി. എപ്പോഴെങ്കിലും ഒന്ന് ചെല്ലാവോ അങ്ങോട്ട്? സദ്യ കഴിക്കാൻ പോണേന് എന്തോന്ന് മുഹൂർത്തം? പോയിച്ചോട്ട്
നീ ഈ കൊലത്തിലാണോ പോകുന്നത്? അല്ല, ഈ കോളേജിലൊക്കെ പോയ എങ്ങനെ? ഞാന് അളിയന്റെ ഡ്രസ് വല്ലിരിക്കണ അളിയുടെ ഡ്രസ് എല്ലാം ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്ത്. എനിക്ക് തോന്നുന്നു എന്തോ ടീഷർട്ട് അവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട്. ടീഷർട്ടാ? മതി, അത് മതി. സംഭവം ഇത് ബ്രാൻഡഡ് സാധനം ആയോണ്ടേ ഇട്ടോണ്ട് പോകുമ്പോ എല്ലാരും ശ്രദ്ധിക്കും. എനിക്കത് കിട്ടിയാൽ നിനക്ക് പളിയുന്ന ഡ്രസ്സിലാണോ പിടുത്തം? അതിപ്പം നമ്മള് അങ്ങനെ 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 പറയാൻ പറ്റില്ലല്ലോ. ടീഷർട്ട് മാത്രമുള്ളെന്ന് പറഞ്ഞിട്ട് ടീഷർട്ട് ഇരിക്കുന്നു, ജീൻസ് ഇരിക്കുന്നു, ബെൽറ്റ് ഫുൾ സെറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഒന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആളതിന് വലിയ ഉപയോഗമൊന്നും ഇല്ലല്ലോ. എല്ലാം കൂടെ ഒരു സെറ്റായിട്ട് എടുക്കും. ആഹാ, കറക്റ്റ്. കുറച്ച് വലുതാണ്. ഇതിപ്പം ഒന്ന് മാത്രമായിട്ടിരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ എടുക്കുമ്പോ എല്ലാം കൂടെ അങ്ങ് എടുക്കാന്ന് വിചാരിച്ചു. എന്താ ജീൻസ് കയ്യിലിടാൻ പോണ? അല്ല, ജീൻസിന്റെ ഈ സൈസേ കറക്റ്റാണോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് നോക്കിയതാ. എടാ ഇതിന്റെ സൈസ് ഒന്നും നിനക്ക് കറക്റ്റ് ആവൂലടാ. അതൊക്കെ സെറ്റ് ആയിക്കോളാം. നിനക്ക് നാണോ ഇല്ലേ കേശുവേ അളിയനെ ഇങ്ങനെ ഓസി ജീവിക്കാൻ? ഇല്ല, നാണമില്ല. ഞാൻ തിരുന്ന് കാണിക്കണം. എന്റെ അളിയന്റെ അല്ലേ? അല്ലേ? എന്താ മക്കളെ? ആ അമ്മ നോക്കിക്കേ, നമ്മുടെ കൊച്ചുമോനെ അളിയനെ ഡ്രസ്സൊക്കെ അടിച്ചു മാറ്റി കല്യാണത്തിട്ടോണ്ട് പോകും. കല്യാണത്തിന് പോകാൻ എന്റെ മോന് വലിയ താല്പര്യമാണല്ലോ. എന്റെ അമ്മക്ക് എന്നെ കറക്റ്റ് അറിയാ. എനിക്കിതെല്ലാം മനസ്സിലാവാത്ത. ഇതിനു വേണ്ടി ഇവനെ ആരാണ് കല്യാണം വിളിക്കണത്? അവനൊക്കെ ഒരു കല്യാണം കൂടിയിട്ട് എത്ര നാളായെന്നറിയൂ. എന്നെ മാത്രം ആരും വിളിക്കാത്തെ? കയ്യിലിരിപ്പ് വന്നിരിക്കണം. ഇറങ്ങിപ്പൊടി. ഇറങ്ങി ഡ്രസ് മാറ്റാം. അമ്മ ഇറങ്ങും. ഡ്രസ് മാറ്റം. എന്തുവാ? പല്ലിയപ്പം കുളി നനയൊന്നും ഇല്ലേ? അതൊക്കെ നേരത്തെ കഴിഞ്ഞ് അല്ലേ? നമ്മളോടാ